കാരണം ഒരു ദിവസം ജനത്തിന് അല്ലെങ്കിൽ സാധാരണക്കാരന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ജീവിതത്തിൽ തന്നെ ഒരുപാട് അത് എണ്ണി പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന തമാശ ആയിരിക്കും. ഒരു ചെറിയ റിലീഫാണത്. നേരത്തെ പറഞ്ഞില്ല, പഴയ അശോക് ചേട്ടൻ്റെ ഒരു പാറ്റേൺ. അശോക് ചേട്ടൻ തെങ്കാശി പട്ടണത്തിലും മറ്റേ ഇതിലൊക്കെ പഞ്ചാബി ഹൗസിലും ഇതിലൊക്കെ വന്ന് അശോക് ചേട്ടൻ്റെ അങ്ങനെ ഒരു സിനിമകളിൽ വന്ന് നമ്മൾ കണ്ട് ഒരു അശോക് ചേട്ടനെ നമുക്ക് ഫ്രെയിമിലൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ അശോക് ചേട്ടൻ കളിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യേണ്ടത് അത് നമ്മളുടെയും കൂടി കൊതി, നമ്മളുടെ ഒരു ജനറേഷൻ്റെയാണ്. ഈ കേരള ക്രൈം ഫയൽ കഴിഞ്ഞിട്ട് കുറേ സിനിമകളുടെ കഥ കേൾക്കുന്നുണ്ട്. കുറേ കേട്ടതിൽ എനിക്ക് എല്ലാം കൂടി ഇഷ്ടമായില്ല. കുറച്ച് എന്ന് വെച്ചാൽ പലരും കഥ പറഞ്ഞ് വന്നപ്പോൾ ക്രൈം ഫയലിലെ ആ അപ്പിയറൻസ്, ആ കട്ടി മീശയും കുറ്റിത്താടിയും നാരയും, ഞാൻ അത് വന്നതല്ലേ, ഇനി വേറൊരെണ്ണം പിടിക്കുക എന്ന് കരുതിയിട്ട് മാറ്റി 2-3 പിന്നെ ഞാനിപ്പോൾ ചൂസ് ചെയ്തിട്ടുണ്ട്. 40ാമത്തെ വർഷമാണ് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയിട്ട്. വേണമെങ്കിൽ ഇത് ഭംഗിയാക്കാം, ഭയങ്കര വൈറലാക്കാം, ഒന്നും ചെയ്തില്ല. അപ്പോൾ ഒരു പോസ്റ്റ് ചെയ്തു 40 വർഷമായി, ഇത്രേ ഉള്ളൂ. ഞാനങ്ങനെ ചൂസ് ചെയ്ത് ചെയ്യുന്നില്ല, അഭിനയ മോഹം കൊണ്ട് ഈ സിനിമയിലോട്ട് തന്നെ വന്നതാണ്. അല്ലാണ്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വന്നതല്ല. പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയത് അഭിനയ മോഹം കൊണ്ട് തന്നെ. അപ്പോൾ ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് സോങ് ആണ്. അപ്പോൾ അതിൻ്റെ മ്യൂസിക്കിൻ്റെ വളരെ സിമ്പിളായിരിക്കണം. കുട്ടികളാണ് ഫ്രെയിമിൽ. അപ്പോൾ ഏറ്റവും ഈ പണ്ട് ഇന്നോ ഞാൻ എൻ്റെ മുറ്റത്ത് ആ പാട്ട് കമ്പോസ് ചെയ്തിരുന്ന സമയത്തുള്ള അതേ മാനസികാവസ്ഥയിൽ നിന്നിട്ട് ചിന്തിച്ച് കുട്ടികൾ ഫ്രെയിമിൽ വരുമ്പോൾ അത്രയും സിമ്പിളായിട്ട്. ധ്യാനമുണ്ട്, ഞാനുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട്, ഇപ്പോൾ ചന്ദ്ര ചോദിച്ച കോണ്ടെക്സ്റ്റുമായിട്ട് ബന്ധമുള്ളൊരു കാര്യം, പുള്ളി വന്നിട്ട് എൻ്റെ അടുത്ത് കൈ വന്നിട്ട് പറഞ്ഞു, ഭയങ്കര ഇഷ്ടമാണ്, എല്ലാ പടവും കാണാറുണ്ട്. താങ്ക് യു. അച്ഛനെയും ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനെ പുള്ളിക്ക് അറിയും. പുള്ളി അച്ഛൻ്റെയും എല്ലാ പടവും കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനെ ഏത് പടത്തിന്. അപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലാവുന്നത്. ആരോ അയാളോട് പറഞ്ഞു ശ്രീനിവാസന്റെ മോനൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇയാൾ വന്നപ്പോൾ ഞാനും നിൽക്കണപ്പോ എന്നെയാണ് എനിക്ക് ശ്രീനിവാസന്റെ മോനായിട്ട് ഫീൽ ചെയ്യണത്. വെൽക്കം ടു മീഡിയ വൺ. മാജിക് മഷ്റൂംസ് ആണ് പുതിയ വിശേഷം. ഈ പേരിൽ തന്നെ ഒരു കിർക്കിനെസ് ഉണ്ട്, മാജിക് മഷ്റൂം. അത് ആ രസം അവിടെ ഇരിക്കട്ടെ എന്നുള്ളത് കൊണ്ട് തന്നെ വെച്ചതാണോ, അത് അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കഥയുണ്ടോ? അങ്ങനല്ലേ, ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് മാജിക് മഷ്റൂംസ് കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ലഹരി അതല്ല. ഇതിനകത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ്, പ്രണയം, അങ്ങനെയുള്ള ലഹരി പലതും ഉണ്ടല്ലോ. അല്ലാണ്ട് മഷ്റൂം കഴിച്ചിട്ടുള്ള ലഹരി അല്ലല്ലോ. പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അല്ലെങ്കിൽ അതുമായി ബന്ധമുള്ള ഒരു റൂട്ടുണ്ട് ഈ കഥയ്ക്ക്. അതെന്താണെന്നുള്ളത് സിനിമ ആണെന്ന് പറഞ്ഞത്. പക്ഷെ അത് ഈ മറ്റേ കൊടൈക്കനാലിൽ ഉള്ള മാജിക് മഷ്റൂം അല്ല കേട്ടോ. അല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പേര് പോലും കിട്ടില്ല. അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമയേ അല്ല ഇത്. ഓക്കെ. സോ ഇതിലേക്ക് വീണ്ടും ഒരു ഹ്യൂമർ എലമെൻറ്റിലേക്ക് വരികയാണ്. സോ ഇപ്പോൾ മലയാള സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ പല യോണേഴ്സിലുള്ള കഥകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹ്യൂമർ എവിടെയോ നമുക്ക് മിസ്സായി പോകുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടാവുന്നുണ്ട്. അപ്പം അത് വീണ്ടും റീസ്റ്റോർ ചെയ്യപ്പെടണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ അതിന് പുറകിലുണ്ടോ? ഇതായിരിക്കുന്ന അദ്ദേഹം നല്ലൊരു ഹ്യൂമർ ആസ്വാദകനാണ്, പ്രൊഡ്യൂസറാണ് അഷ്റഫ് ഇലാക്കൽ. ബാക്കി ഇരിക്കുന്ന 3 പേരും തമാശയായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഫീൽഡിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്കാരാണ്. അശോകൻ ചേട്ടനൊക്കെ നമ്മൾ ഇങ്ങനെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്ന് ഇങ്ങനെ നോക്കി നിന്ന് ഫ്രണ്ടിൽ വായും പൊളിച്ച് നോക്കുന്നത് മിമിക്രി കണ്ട് ആ ഒരു ഗുരുസ്ഥാനത്ത് എന്താണ് കോമഡി എന്ന് കാണിച്ച് പൊട്ടിച്ചിരിച്ച് അശോകൻ ചേട്ടൻ, സിദ്ദിഖ് ലാൽ, എന്നെ ഫർഗീസ് ചേട്ടൻ, നമ്മുടെ എൻ്റെ സുഹൃത്ത് ജോർജ്, ഇവരുടെ ഒരു ബാച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന തമാശയുടെ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ തമാശകൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ആളാണ് ഇപ്പോൾ റൈറ്റ് സൈഡിലിരിക്കുന്നത്. അതായത് എഴുത്തിലൂടെ അമറയ്ക്ക് ബ്രന്തോണിയും കട്ടപ്പനയൊക്കെ സമ്മാനിച്ച ആ ഒരു എന്താണ് തൂലിക എടുത്ത് എഴുതുന്ന. ഞാനൊക്കെ പാരഡി തമാശ പാട്ടുകൾ എഴുതി ആ ശീലമുള്ള. അപ്പം അത് ഞങ്ങളുടെയൊക്കെ ലൈഫിൽ അങ്ങനെ ഒരു ഫ്ലേവർ ഉള്ളതാണ്. തീർച്ചയായിട്ടും ഈ സിനിമയിൽ അങ്ങനത്തെ ഒരു ഫ്ലേവറില്ല. കാരണം നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സിനിമ തന്നെയാണിത്. അല്ലാണ്ട് എന്നിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സബ്ജക്റ്റ് അല്ല. ഞങ്ങളൊക്കെ കൂടുമ്പോൾ ജനം പ്രതീക്ഷിക്കുന്നത് എന്താണ് അത് ഇതിനകത്ത്. ഓക്കെ. ഇപ്പം നേരത്തെ ചോദിച്ചതിനോട് തുടർച്ചയായിട്ട് വരികയാണ്. അപ്പം ഒരു കാലത്ത് ഹ്യൂമർ എന്ന് പറയുന്ന ലൈക്ക് എല്ലാ സിനിമകളിലും ഒരു ഹ്യൂമർ എലമെൻ്റ് ഉണ്ടായിരിക്കും. അല്ല, ആ ഹ്യൂമർ ആസ്വദിക്കാനായിട്ട് തിയേറ്ററിലേക്ക് പോകുന്ന ആളുകളുണ്ടാവും. ഇപ്പം അത് കുറച്ചും കൂടെ അതിനകത്തൊരു ഡൈവേഴ്സിറ്റി വന്നിട്ടുണ്ട്. ആളുകളുടെ എക്സ്പെക്റ്റേഷൻ പല രീതിയിലേക്ക് മാറുന്നുണ്ട്. തിരിച്ച് ഒരു ഹ്യൂമറിലേക്ക് പ്രേക്ഷകരെ സ്വീകരിക്കുമ്പം അതിലുണ്ടാകുന്ന പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചലഞ്ച് അതിനകത്തുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ?
അല്ല, ഇപ്പോൾ ഇറങ്ങിയ സിനിമകൾ, ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിനിമ എന്താണെന്ന് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ വേണ്ടത് എന്താണ്, ഒരു കാലത്ത് എന്തായിരുന്നു വേണ്ടത്, ഇപ്പോൾ ഉള്ള മാറ്റങ്ങൾ എന്താണ്, ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഒരു ഡയറക്ടർ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്നത്. മുടങ്ങാതെ സിനിമ കാണുന്ന ആളാണ് ഞാനും, ഞങ്ങളെല്ലാവരും. അപ്പോൾ ജനങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം എന്താണ് എന്നുള്ളത് അറിഞ്ഞിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. മറ്റൊന്ന്, കോമഡി എന്ന് പറയുന്നൊരു ഒരു ഒരു സിനിമ, കോമഡി എന്ന് പറയുന്ന വിഷയം ഒരിക്കലും മരിക്കില്ല. അതെപ്പോഴും ജനങ്ങൾക്ക് ആവശ്യമുള്ള, അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ യൂത്തിനടക്കം ആവശ്യം. ഇപ്പോൾ നമ്മളൊക്കെ എവിടെ ചെന്നാലും ചോദിക്കുന്നത്, നിങ്ങളുടെ ആ പഴയ തമാശ പടങ്ങളൊന്നും ഇപ്പോൾ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അതെന്താ, പഴയ തമാശകളില്ലല്ലോ എന്നാണ് പറയുന്നത്. തമാശ പടങ്ങൾ ഇറങ്ങുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് നിങ്ങൾ പണ്ട് ചെയ്തിരുന്ന പോലത്തെ തമാശ പടങ്ങൾ ഇല്ലല്ലോ എന്ന് പലരും പറയാൻ നേരത്ത് ഇപ്പോഴും ഞാൻ കുറച്ച് നേരത്തെ നാശമായിട്ട് സംസാരിച്ചപ്പോൾ നാശ 2 സബ്ജക്റ്റ് എന്നോട് പറഞ്ഞു. ഗംഭീര ത്രെഡുകളാണ് അതൊക്കെ. അപ്പം നമുക്ക് ചെയ്യാടാന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ജനങ്ങൾക്ക് എപ്പോഴും ഇഷ്ടമായിരിക്കും. കാരണം ഒരു ദിവസം ജനത്തിന് അല്ലെങ്കിൽ സാധാരണക്കാരന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ജീവിതത്തിൽ തന്നെ, ഒരുപാട് അത് എണ്ണി പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന തമാശ ആയിരിക്കും. ഒരു ചെറിയ റിലീഫാണത്. അതൊന്ന് കോമഡിക്ക് ഒരു മരണമുണ്ടല്ല. അത് തന്നെ നാദൃഷ്ടം ഞങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്. അതെ, ഈ നേരത്തെ പറഞ്ഞ പോലെ മുന്നേ ഈ തമാശകൾ നമുക്കൊരു ഫെസ്റ്റിവൽ പോലെയാണ്. തിയേറ്ററിലേക്ക് വരുമ്പോൾ അതിലൊരു ആഘോഷം കൂടെ ഉണ്ടാവുന്നുണ്ട്. അതിന് കുറച്ച് വ്യത്യാസം ഇപ്പോഴത്തെ കോമഡി സിനിമകളിൽ വന്നിട്ടുണ്ട്. അത് നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ മാറ്റം കൂടെയാണ്. ഈ മാറ്റത്തിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ ഒരു ആഘോഷത്തിൽ നിന്ന് മാറി സിനിമയുടെ ഒരു സ്വഭാവം മാറുന്നു, അതിൽ കോമഡിക്ക് വരുന്ന മാറ്റം, അതിനെ എങ്ങനെയാണ് കാണുന്നത്? അതാണ് ആൾക്കാർ പറഞ്ഞത്, ജനം പറഞ്ഞത്. നിങ്ങളൊക്കെ ചെയ്ത പോലെ തമാശകൾ ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്ന് അവർ പറയുന്നതാണ്. അത് അശോകൻ ചേട്ടൻ മിസ് ചെയ്യുന്നുണ്ടോ അങ്ങനെ ഒരു? അല്ല, ഞാൻ അഭിനയിച്ച പോലത്തെ ആ കാലഘട്ടത്തിൽ അഭിനയം തന്നെ വേണമെന്നില്ല. തമാശ പറഞ്ഞിട്ട് ജനം ചിരിച്ചില്ലെങ്കിൽ പറയുന്നവനും ചെയ്യുന്നവനും സീറോ ആണ്. നേരെ വിളിച്ചാൽ നമുക്ക് സെൻറ്റിമെൻറ്റ്സോ അല്ലെങ്കിൽ ഇമോഷണലായിട്ടുള്ള എന്ത് വികാരങ്ങൾ നമ്മളിപ്പോൾ വേറെ വികാരങ്ങൾ പറയുകയാണെങ്കിൽ അവർക്ക് അറിഞ്ഞില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ചിരിപ്പിക്കുന്നവനും ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നവനും ഒക്കെ സീറോ ആയി പോകും. അപ്പം അതുപോലുള്ള സിനിമകൾ കിട്ടാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ജനം ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങുന്നത്. ചേട്ടാ, വീണ്ടും നിങ്ങളുടെ കോമ്പിനേഷൻ കൂടെയാണ് അവിടെ ആളുകൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള ഒരു കോൺഫിഡൻസ് എന്താണ്? നാദിർഷക്കയുടെ കൂടെ വീണ്ടും വരുന്നു, അതും കട്ടപ്പന കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10 വർഷമായി. ഇപ്പം ഒന്നിച്ച് ഓൺ സ്ക്രീനിൽ വന്നിട്ട് അപ്പോൾ ഈ 10 വർഷത്തിനിടയിൽ സിനിമയ്ക്ക് വലിയൊരു ട്രാവൽ ഉണ്ടായിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും അതിൽ ട്രാവൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം വീണ്ടും ഒന്നിക്കുമ്പോഴുള്ളൊരു എക്സ്പെക്റ്റേഷൻ അല്ല, അതിലൊരു ഹൈ എന്താണ്? അല്ല, ഈ സിനിമ ഒരുമിച്ച് ചെയ്തില്ലെന്നുള്ളൂ, ഞങ്ങളെപ്പോഴും കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. പല പ്രോഗ്രാമുകൾക്ക് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനിടയിലും ഒക്കെ. പക്ഷെ സിനിമ ചെയ്യാനായിട്ട് അങ്ങനെ ഒരു സ്പേസിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. ഇപ്പം ഇതിലാണെങ്കിൽ പോലും നാഷ്ക ഭയങ്കര അപ്ഡേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പം ഈ സിനിമയിലും ട്രൈ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പുതിയ റൈറ്ററാണ് അയാൾ. ഞങ്ങളുടെ ജനറേഷനല്ല, ആകാശ് ദേവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആകാശ്. അപ്പോൾ ഇക്ക എൻ്റെ ജനറേഷനല്ല, എന്നെക്കാളും ജൂനിയർ ആയിട്ടുള്ള ഒരു ജനറേഷനുള്ള ആളാണ് ആകാശ്. നീ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എന്നെ പറയാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഇക്കന്ന് ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇക്കയുടെ സൗഹൃദങ്ങളിലും ഒക്കെ ഉള്ള ഒരുപാട് എഴുത്തുകാരുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം അതൊന്നും അല്ല, ഇക്കന്ന് പിക്ക് ചെയ്തത് വളരെ ജൂനിയർ ആയിട്ടുള്ള ഞങ്ങളെപ്പോലെ. അപ്പം അതായത് വേറെ തോട്ട് പ്രോസസ്സ് ഉള്ള ഒരു ടീമിനെ പുള്ളി വെച്ചിട്ടാണ് പുള്ളിയുടെ ആദ്യ സിനിമ പുള്ളി ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് പുള്ളിയുടെ എക്സ്പീരിയൻസും കൂടി വന്നപ്പോൾ ആ ബ്ലെൻഡ് നന്നായിട്ട് വർക്കായി. അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങളെക്കാൾ ജൂനിയറായ ഏറ്റവും പുതിയ ജനറേഷനിലുള്ള ഒരാളാണ് ആകാശ് ദേവ്. അപ്പോൾ അവൻ്റെ സ്ക്രിപ്റ്റിങ്ങിലും ഇതിലൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നു. ഞാനാണ് ഇക്കടുത്ത് ആകാശിനെ കൊണ്ടുപോയി പരിചയപ്പെടുത്തിയതൊക്കെ. സാധാരണ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ വേറെ സ്ക്രിപ്റ്റ് റൈറ്റർ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാറോ ഒന്നുമില്ല. അപ്പോൾ ഇവന്റെ അങ്ങനെ ഒരു നല്ല മനസ്സും കൂടി ഉണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്യണം. അതെ, അവന്റെ അടുത്ത പടത്തിലൂടെ നമ്മള് വെക്കണേ. അല്ല, ഈ പടത്തിലെ ഹീറോയുമാണ് അതിവൻ. ഇത് പുതിയ റൈറ്ററിനെ കുറിച്ചാണ്. വേറെ റൈറ്ററെ പൊക്കി പറയുന്നോണ്ടിരിക്കണ്ടേ. വീണ്ടും ഈ സെറ്റിലേക്ക് വരുമ്പോൾ ഈ ടീമിന്റെ കൂടെ ഒന്നിക്കുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെന്റ് എന്താണ്? അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങളെ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഈ സിനിമയിൽ. ആക്ച്വലി ബിബിനാണ് ആകെ ഇല്ലാത്തത്. പക്ഷെ എന്നാലും ഞങ്ങൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ബിബിനും ഈ
സ്ക്രിപ്റ്റിൻ്റെ റീഡിങ്ങിനൊക്കെ ബിബിനും ഉണ്ടായിരുന്നു. പിന്നെ ജാഫർക്ക, അങ്ങനെ ഒരുപാട് ആൾക്കാർ നേരത്തെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള സുജിത്ത് വാസുദേവ് ക്യാമറമാൻ ആണെങ്കിലും. ഇപ്പോൾ ഞാൻ ഇവർ സിനിമ സ്വപ്നം കണ്ടിട്ട് വന്നാണ് വിപിനും വിഷ്ണുവൊക്കെ കൂടി. പക്ഷേ ആദ്യ സിനിമയിൽ ഉണ്ടായിരുന്നില്ല, രണ്ടാമത്തെ സിനിമയിൽ ഇവൻ നായകനായി. ബിപിൻ ഇപ്പോഴും നമ്മുടെ പടത്തിലൊരു വലിയൊരു വേഷം ചെയ്തിട്ടില്ല. അത് നല്ലൊരു വേഷം ഇല്ലാതെ അവനിപ്പോൾ കുറേ പടങ്ങളിൽ ഹീറോ ആയിട്ടാണ് അഭിനയിക്കുന്നത്. അവനെ കൊണ്ടുവന്നിട്ട് ഇതിനകത്തൊരു വേഷം ചെയ്ത് പോകാൻ പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യും. പക്ഷെ നമ്മളായിട്ട് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലോ വിചാരിച്ചിട്ട്. സ്നേഹത്തിന്റെ പുറത്ത് തന്നെ ചെയ്തു വിടാലോ. സ്നേഹത്തിന്റെ പുറത്താണ് വിളിക്കാത്തത്, അവനോട് ഇഷ്ടമുള്ളതിന്റെ പേരിൽ. മാജിക് മഷ്റൂം ഏറ്റെടുക്കാം, അതിന്റെ നിർമ്മാണത്തിലേക്ക് കടക്കാം എന്നുള്ള തീരുമാനിക്കാനുള്ള ആ ഒരു എലമെന്റ് എന്തായിരുന്നു? തീർച്ചയായിട്ടും അത് ഈ കോമഡി, പ്രത്യേകിച്ച് ഇതൊക്കെ ഓൾറെഡി ഇതിനുള്ള കഴിവുള്ള വ്യക്തികളാണ് ഇതിൻ്റെ പിന്നിലും മുന്നിലും എല്ലാം വർക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പേരിൽ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഇന്ന സ്ക്രിപ്റ്റ് ആരുടെ കയ്യിലാണ് കൊടുക്കുന്നത്, ആരാണ് ചെയ്യുന്നതെന്നൊക്കെ അറിയാം. അപ്പോൾ അവരൊക്കെ ഇതിന് മുമ്പുള്ളതൊക്കെ തെളിയിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ഇതിനകത്ത്. നന്നായിട്ട് വന്നിട്ടുണ്ട്. വളരെ ഇപ്പോഴത്തെ തലമുറക്ക് പറ്റിയ തമാശ കൂടിയാണ് ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ളത്. പഴയതിൽ നിന്ന് കുറേ മാറ്റങ്ങളുണ്ട്. എന്നാലും ഈ അശോകേട്ടൻ്റെ ഒക്കെ പഴയ കോമഡി പോലത്തെ കോമഡി അല്ല, എന്നാലും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഇതിൽ ഓരോ ആർട്ടിസ്റ്റുകളും വരുമ്പോഴും പറയും ഇത് ചെറിയൊരു ഭാഗമല്ലേ എനിക്കുള്ളൂ എന്നൊക്കെ തോന്നും അതിനകത്ത് വർക്ക് ചെയ്ത് പോയതൊക്കെ. പക്ഷേ പടം കണ്ടപ്പോൾ എല്ലാവർക്കും അതിൻ്റെതായ പ്രാധാന്യങ്ങളുണ്ട്, നിറഞ്ഞു നിൽക്കുന്നുണ്ട് എല്ലാവരും. ഞങ്ങളിപ്പോൾ നിലവിളി പടം കണ്ടു ഫൈനലി. അപ്പോൾ ഒരുപാട് ഇഷ്ടമായി, നന്നായിട്ട് വന്നിട്ടുണ്ട്, വളരെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര കോൺഫിഡൻസിലാണുള്ളത്, ഹാപ്പിയാണ്. ശരിയാണ്, കഥകളിൽ എപ്പോഴും ഒരു സ്ഥലം ഒരു ക്യാരക്ടറായിരിക്കും. ഇപ്പം കൊച്ചി ആയിരിക്കാം, അല്ലെങ്കിൽ കട്ടപ്പനയായിരിക്കാം. ഈ മാജിക് മഷ്റൂംസിലേക്ക് വരുമ്പം ഈ ടെറൈനുള്ളൊരു ഇമ്പോർട്ടൻസ് മിക്കപ്പോഴും കഥയിൽ അതൊരു കഥാപാത്രമായിട്ട് കൂടെ സഞ്ചരിക്കാറുണ്ട്. ഇതിലേക്ക് വരുമ്പോൾ അതെങ്ങനെ, എന്തുകൊണ്ടാണ് ഈ പ്ലേസസിനെ അഡ്രസ്സ് ചെയ്യുന്നത്? അല്ല, അത് റൈറ്റർ കൊണ്ടുവരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ശരിക്ക് എറണാകുളത്തു നിന്ന് തുടങ്ങി മറ്റേ കാസർഗോഡ് അവസാനിക്കുന്ന, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് നിന്ന് തുടങ്ങി കണ്ണൂർ വരെ അവസാനിക്കുന്ന ഒരു സ്റ്റോറി ആണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരും. അതിന് പുതുമ ഉണ്ടെങ്കിൽ. ഇതിപ്പോൾ ഇടുക്കി ബേസ്ഡ് ആണ്, പക്ഷെ അശോകൻ ചേട്ടൻ കൊച്ചിക്കാരനാണ്. അതിൽ ഇടുക്കിയിലാണെങ്കിലും നമ്മൾ അവിടെ വന്ന് പലരും താമസിക്കുന്നുണ്ടല്ലോ, വർഷങ്ങളായിട്ട് വന്ന് താമസിക്കുന്ന. അതിൽ അശോകൻ ചേട്ടൻ്റെ ക്യാരക്ടർ കൊച്ചിക്കാരാണ്. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ട്രെയിലറും ടീസറും കാണുമ്പോൾ തന്നെ അറിയാം. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, പഴയ അശോകൻ ചേട്ടൻ്റെ ഒരു പാറ്റേൺ. അശോകൻ ചേട്ടൻ തെങ്കാശി പട്ടണത്തിലും മറ്റേ ഇതിലൊക്കെ പഞ്ചാബി ഹൗസിലും ഇതിലൊക്കെ വന്ന് അശോകൻ ചേട്ടൻ്റെ അങ്ങനെ ഒരു സിനിമകളിൽ വന്ന് നമ്മൾ കണ്ട് ഒരു അശോകൻ ചേട്ടനെ നമുക്ക് ഫ്രെയിമിലൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ അശോകൻ ചേട്ടൻ കളിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യേണ്ടത്. കാരണം നമ്മളുടെയും കൂടി കൊതി, നമ്മളുടെ ഒരു ജനറേഷൻ്റെയാണ്. ഞങ്ങളുടെ ജനറേഷന് ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം എന്നാലാണ് നമ്മൾ കണ്ടേക്കുന്നത്, ഏറ്റവും കൂടുതൽ ചിരിച്ചേക്കുന്നത് അങ്ങനെയല്ലേ. പക്ഷെ അതെന്ന് പറഞ്ഞിട്ട് അന്നത്തെ കാലത്ത് കോമഡി അല്ല കേട്ടാ, കോമഡിയൊക്കെ പുതിയതാണ്. പ്രസന്റേഷൻ മാത്രമേ ആ ക്യാരക്ടർ അങ്ങനെ ചെയ്യുന്നുള്ളൂ. അശോകൻ ചേട്ടൻ്റെ ക്യാരക്ടേഴ്സിലേക്ക് വരുമ്പോൾ തന്നെ കാലത്തിനനുസരിച്ച് മാറ്റങ്ങളോടെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ക്രൈം ഫയൽസിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് ടോട്ടലി ആളുകളെ ഭയങ്കരമായിട്ട് ഷോക്ക് ചെയ്യിച്ചിട്ടുള്ള ക്യാരക്ടറാണ്. ആളുടെ ഇമോഷണൽ ജേർണി ഉണ്ട്. അത് നമ്മൾ കണ്ടിരുന്ന ഈ നേരത്തെ പറഞ്ഞ പോലത്തെ അശോകൻ ചേട്ടൻ്റെ ക്യാരക്ടേഴ്സ് അല്ല, അല്ലെങ്കിൽ ആ വൈബല്ല. തിരിച്ച് വീണ്ടും കോമഡി വൈബിലേക്ക് വരുന്നു. ഇപ്പൊ കുറേം കൂടെ ഇങ്ങനെ ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നു തോന്നിയിട്ടുണ്ടോ ഈ റൈറ്റിങ്ങിലൊക്കെ മാറ്റം വരുമ്പോൾ? ഇപ്പം ഞാൻ കുറേ പടങ്ങൾ ഈ കേരള ക്രൈം ഫയൽ കഴിഞ്ഞിട്ട് കുറേ സിനിമകളുടെ കഥ കേൾക്കുന്നുണ്ട്. കുറേ കേട്ടതിൽ എനിക്ക് എല്ലാം കൂടെ ഇഷ്ടമായില്ല. കുറച്ച് എന്ന് വെച്ചാൽ പലരും കഥ പറഞ്ഞ് വന്നപ്പോൾ ക്രൈം ഫയലിലെ ആ അപ്പിയറൻസ്, ആ കട്ടി മീശയും കുറ്റിത്താടിയും നാരിയും, ഞാൻ അത് വന്നതല്ലേ, ഇനി വേറൊരെണ്ണം പിടിക്കുക എന്ന് കരുതിയിട്ട് മാറ്റി 2-3 പിന്നെ ഞാനിപ്പോൾ ചൂസ് ചെയ്തിട്ടുണ്ട്. അത് ആ കഥ ആവശ്യപ്പെടുന്ന അനുസരിച്ചിട്ടാണ് നമ്മളുടെ ശൈലി മാറ്റേണ്ടത്. അത് ഡയറക്ടർ തന്നെ നമുക്ക് പറഞ്ഞു തരും, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ പറഞ്ഞു തരും ഇതിങ്ങനെയാണ് ക്യാരക്ടർ. അപ്പോൾ അത് നമ്മളാവുന്നതാണ്. അതിൽ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇങ്ങനെയുള്ളൊരു ക്യാരക്ടർ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളായിട്ട് എനിക്ക് ഇങ്ങനെ ഇനി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. സിനിമയിൽ നല്ല സിനിമകളും നല്ല കഥകളും ഒക്കെ വരുമ്പോൾ നമ്മൾ അതാവാൻ ശ്രമിക്കുന്നതാണ്. അങ്ങനെ വന്നതാണ് കേരള ക്രൈം ഫയലും. അപ്പം അത് കഴിഞ്ഞ ഉടനെയാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. റിലീസാകുമ്പോൾ നേരെ തിരിച്ചൊരു ഇത് തന്നെ നാദർഷ എന്നോട് പറഞ്ഞു, നമുക്ക് പണ്ട് കളിച്ച കളി വേണം. നമുക്ക് പണ്ട് ദിലീപും ഞാനും കൂടി പഞ്ചാബി ഹൗസിലൊക്കെ ചെയ്ത പോലത്തെ ഒരു അഴിഞ്ഞാട്ട കളി നമുക്ക് വേണം. അത്രയും ഇല്ലെങ്കിൽ കുറച്ച് ഒതുക്കി ഒന്ന് നമുക്ക് പിടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിടിച്ച് ചെയ്തതാണ്. പക്ഷെ അത് നാദർഷ പറയുന്നത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കൺവിൻസ് ചെയ്തു. അല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ ട്രെയിലറൊക്കെ
വരുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കമൻസിൽ തന്നെ പഴയ അശോകൻ ചേട്ടനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അതിൻ്റെ ആ ഒരു എനർജി ക്യാരക്ടർ. കാരണം നമ്മൾ കൊതിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കളിച്ചാലാണ് ചിരിക്കുന്നതെന്ന് നമുക്കറിയാലോ, ഈ എന്താ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ചിരി വേറെയാണ്. പക്ഷേ എന്നാലും അവർക്കും കൂടി ഇഷ്ടപ്പെടുന്നതാണ്. പഴയ ജനറേഷൻ ഇപ്പോഴത്തെ ജനറേഷനും ഇഷ്ടപ്പെടുന്ന തരത്തിൽ അവർ മിക്സ് ചെയ്തിട്ടുള്ളൊരു പ്ലേ ആണതിൽ. ഈ ജനറേഷൻ ചേഞ്ച് എപ്പോഴെങ്കിലും ആസ് എ ഡയറക്ടർ, റൈറ്റർ, ഈവൻ ആസ് ആക്ടേഴ്സ് നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നുണ്ടോ? ഈ ജനറേഷൻ അനുസരിച്ച് അപ്ഡേറ്റ് ആവാന്നുള്ളത് ഭയങ്കര ഒരു ഉറപ്പായിട്ട് ചെയ്യണം. അതല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസിനൊക്കെ വയ്ക്കുന്നത് ഏറ്റവും ഇപ്പോഴത്തെ ജനറേഷനിൽ വൈബും കാര്യങ്ങളൊക്കെ അറിയാവുന്ന പിള്ളേരുടെ കൂടെ നമ്മൾ കൂട്ടിപ്പോയാലാണ്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ളൊരു കോളേജ് ഇതല്ല ഇപ്പോഴത്തെ നമ്മൾ ക്യാമ്പസിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ക്യാമ്പസ് സബ്ജക്റ്റ് ഇപ്പോൾ പ്രസന്റ് ടൈമിൽ ഗുരുകുല വിദ്യാഭ്യാസമല്ലേ? അല്ല, മലയാളത്തിൽ അതിനെ ഗുരുകുല വിദ്യാഭ്യാസം എന്നാണ് പറയുന്നത്. അതെ അതെ മലയാളത്തിൽ മറ്റേ ചിലപ്പോൾ കോളേജിൽ നിന്നൊക്കെ വന്നു. ചേട്ടാ അതൊക്കെ സ്കൂളിൽ പോയിക്കണവർക്ക് മനസ്സിലാവില്ല, അവനോട് പറഞ്ഞിട്ട് കാര്യം. പിന്നെ അതൊന്നും പോകാൻ സമയം കിട്ടിയിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ക്യാമ്പസ് സബ്ജക്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ അവിടെ എന്താ നടക്കണമെന്നുള്ള അവിടുത്തെ പിള്ളേരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി പഠിച്ച് ആദ്യമായിട്ട് നമ്മൾ അവരുടെ മുമ്പിൽ സ്റ്റുഡൻ്റായിട്ട് ഇരിക്കേണ്ടി വരും. മോനെ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഓ യാ അപ്ഡേറ്റ് ആയല്ലേ. പിന്നെ അതൊക്കെ പഠിച്ചൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ എഴുത്തില് ഹ്യൂമറിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലത്തെ വാക്കുകൾ വരുന്നുണ്ട്, കോമഡി. ഈവൻ ഈ ട്രെയിലർ കാണുമ്പോൾ പോലും അതിൽ പല വൈറൽ ഡയലോഗ്സ് നമ്മൾ ചേർക്കുന്നുണ്ട്. അത് ആളുകളിലേക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യിക്കുന്നുണ്ട്. ഇത് അപ്ഡേറ്റ് ആക്കുക അല്ലെങ്കിൽ ത്രൂ സോഷ്യൽ മീഡിയയിൽ നിരന്തരം ആക്റ്റീവ് ആവുക എന്നുള്ള ഒരു പ്രയാസമുള്ള പരിപാടിയാണോ? അല്ല അത് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആവുന്നുണ്ടോ? അല്ല, അതിപ്പോ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണല്ലോ ഇപ്പൊ മൊബൈൽ ഫോണും കൂടി. അല്ല, ഇവന് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കാരണം ഇതുമ്മ നോക്കി അതാണ് അതുകൊണ്ട് കിട്ടുന്ന ഗുണം. ഇവൻ ഫുൾ ടൈം ഇതിൽ തന്നെയാണ്. കാരണം നമുക്കൊക്കെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ, നമ്മളുണ്ടെന്ന് അറിയിച്ചോണ്ടിരിക്കണം. അല്ലെങ്കിൽ ആൾക്കാർ നമ്മൾ മറന്നുപോകും. അത് പലരും ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. വെറുതെ പണി ഇല്ലാത്തവനും ഒക്കെ അവനൊരു പണി ഉണ്ടാക്കാൻ വേണ്ടി പിന്നീട് ഒരു ദോഷമായിട്ടുള്ള പണികളും കിട്ടുന്നുണ്ട് അതിലൂടെ. നമ്മളിവിടെ ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ അറിയിച്ചോണ്ടിരിക്കാന്നുള്ള ഞാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല. വേണ്ടിയിട്ട് 40 വർഷമാണ് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയിട്ട്. വേണമെങ്കിൽ ഇത് ഭംഗിയാക്കാം, ഭയങ്കര വൈറലാക്കാം, ഒന്നും ചെയ്തില്ല. അപ്പോൾ ഒരു പോസ്റ്റ് ചെയ്തു. 40 വർഷമായി, ഇത്രേ ഉള്ളൂ. സോഷ്യൽ മീഡിയ അപ്ഡേഷൻ അതിപ്പോൾ നമ്മൾ ട്രെയിലർ കണ്ടാൽ തന്നെ അല്ലേ അതിൽ വന്നേക്കണ കമൻറ്റുകളിൽ ഒരുപാട് ഉണ്ടത്. ആ പോർഷൻ ഫയർ ഇട്ടിട്ട് കുറേ പേര് കമൻറ്റും ഒക്കെ ചെയ്യുന്നു. മീൻസ് അതേപോലെ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇക്ക ഭയങ്കര അപ്ഡേറ്റ് ആയിട്ടുള്ള ആളാണ്. ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇക്ക ഉണ്ടാവും. അപ്പം ഇക്കയുടെ കോസ്റ്റ്യൂം നോക്കിയാൽ തന്നെ അതറിയാൻ പറ്റും. അല്ല, ഇക്ക എന്ന് വെച്ചാൽ സ്റ്റേജ് ഷോ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകളുടെ പൾസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയണ ഒരാളാണ്. അല്ലെങ്കിൽ ട്രെയിലറിൽ അങ്ങനെ ഒരു സാധനം വരില്ലല്ലോ. ഈ പറഞ്ഞ പോലെ ഈ സ്റ്റേജ് ഷോകൾ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ ഇപ്പം ആളുകളായിട്ട് കണക്റ്റ് ഐ മീൻ കുറച്ചുകൂടെ ഒരു ഡിസ്റ്റൻസ് വന്ന പോലെ തോന്നിയിട്ടുണ്ട്. അതിൽ ലൈവായിട്ടുള്ള ഇപ്പം മുൻപ് നിങ്ങൾ ലൈവായിട്ട് ഷോകൾ ചെയ്യുന്നു, മിമിക്രി ഷോകൾ വരുന്നു. മിമിക്രിക്ക് അത്രയധികം സിഗ്നിഫിക്കൻസ് നമ്മുടെ ലൈക്ക് കൾച്ചറിൽ തന്നെ വരുന്നു. അതിന്ന് മാറി സിനിമയിലേക്ക് വരുന്ന സമയത്ത് അതിലൊരു ഓഡിയൻസുമായിട്ട് അത് ഡിറ്റാച്ച്ഡ് ആവുന്നു തോന്നിയിട്ടുണ്ടോ? ഞാനിപ്പോഴും സ്റ്റേജ് ഷോ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നാദർ ഷോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഷോ പോകുന്നുണ്ട്. അശോകൻ ചേട്ടൻ പോകുന്നുണ്ട്, ഇവൻ പോകുന്നുണ്ട്, എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് തോന്നിയിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ റീൽസിൻ്റെ സംഭവം നമ്മളൊരു 10 സെക്കൻഡ്സ് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 10 സെക്കൻഡ്സിൻ്റെ ആഡ് വന്നാൽ പോലും നമ്മൾ സ്കിപ്പ് ചെയ്യണം. ഫാസ്റ്റാണ് നമുക്ക്. അപ്പോൾ ഒരു ഇത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല. നമുക്കൊരു സ്കിറ്റ് സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പറ്റില്ല. ടക്ക് ടക്ക് ടക്കേ എന്ന് പറഞ്ഞ് പോകുന്ന സാധനങ്ങൾ മാത്രമേ നമുക്കിപ്പോൾ സ്റ്റേജിൽ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കണം. സ്റ്റേജിൽ വന്നിട്ട് ഒരു സ്കിറ്റ് 10 മിനിറ്റിൻ്റെ സ്കിറ്റ് അവതരിപ്പിച്ചാൽ പണിപാളും. അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു 1 മാൻ ഷോ അത് ഗംഭീരമായിട്ട് ഓഡിയൻസായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. അതുപോലത്തെ ഒരു പാറ്റേണാണ് ഇപ്പം നമ്മളുടെ സിനിമയിൽ ഇപ്പോൾ മാജിക് മഷ്റൂം എന്ന് പറയുന്ന സിനിമയിലാണെങ്കിൽ നമ്മളുടെ സീൻസ് ആണെങ്കിലും ഇതാണെങ്കിലും നമുക്ക് ഒട്ടും ലാഗില്ലാതെ ബോറടിപ്പിക്കാതെ പോകുക എന്ന് പറയുന്ന ഒരു പക്ക എൻ്റർടൈനർ എന്ന് പറയുന്ന സാധനം തന്നെയാണ് പിടിച്ചേക്കുന്നത്. കാരണം ഇതിനകത്ത് ലോജിക്ക് ഉണ്ട്, നോൺ ലോജിക്ക് എന്നല്ല പറഞ്ഞാൽ. നമുക്ക് അടിയില്ല ഇടിയില്ല, കോമഡി മാത്രം ഈ സിനിമയിൽ.
ത്രൂ ഔട്ട്. ഈ ഓഡിയൻസിൻ്റെ പൾസ് അറിയാവുന്ന കലാകാരൻ ശരിക്കും കോമഡി മിമിക്രി ആർട്ടിസ്റ്റുകളാണ്. കാരണം ഓഡിയൻസിൻ്റെ പൾസ് അറിഞ്ഞിട്ടാണ് അവർ ഓരോ വർഷവും ഓരോ സംഭവങ്ങൾ ഇട്ട് കൊടുക്കുന്നത് സ്റ്റേജിൽ. കാരണം ഇപ്പോൾ കണ്ണൂർ പോയി കഴിഞ്ഞാൽ, ഞങ്ങളുടെ കാലഘട്ടത്തിൽ കണ്ണൂരൊക്കെ പോയി നമ്മൾ തമാശ പറയുമ്പോൾ അവിടെ ഭാഷ ഭയങ്കര പ്രശ്നമാണ്, സ്ലാങ് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ നമ്മളൊരു ഐറ്റം ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ ചിരിച്ചില്ലെങ്കിൽ മാറ്റി പിടിച്ചോട്ടാ എന്ന് പറഞ്ഞാൽ അടുത്ത ഐറ്റം മാറ്റി പിടിക്കും. അപ്പോൾ അത് ഓക്കെ, ഇത് കൊടുത്താൽ മതി. ഇവിടെ അത് ലൈവായിട്ട് നമ്മൾ മറ്റേ ഐറ്റം എടുത്തിട്ടോ, വേലക്കാരുടെ ഐറ്റം എടുത്തിട്ടോ, അല്ലെങ്കിൽ മറ്റേ ഐറ്റം എടുത്തിട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി കളിക്കും. എന്ന് പറഞ്ഞാൽ ഈ മിമിക്രിക്കാരൻ ഭയങ്കര സംഭവമൊന്നും അല്ലെങ്കിൽ തന്നെയും ഓഡിയൻസിൻ്റെ പൾസ് ശരിക്കും അറിയാവുന്ന ഒരു കലാകാരൻ ശരിക്കും മിമിക്രിക്കാരി തന്നെയാണ്. അവിടെ നിന്നാണ് ഞങ്ങളുടെയൊക്കെ തുടക്കം. ഞാനൊക്കെ തുടങ്ങിയത് അവിടെ നിന്ന് തന്നെയാണ്. അത് തരുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലേ? ഇപ്പം പ്രത്യേകിച്ച് മലയാള സിനിമയിൽ എടുത്തു കഴിഞ്ഞാൽ മിമിക്രിയിൽ നിന്നും സിനിമയിലേക്ക് വന്ന് അഭിനയത്തിലേക്ക് വന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു പിടി കലാകാരന്മാരും നമുക്ക് തൊട്ടാണ്. നമുക്കൊക്കെ നമുക്ക് മിമിക്രിയാണ് അറിയാൻ പറ്റില്ലേ. നെടുമുടി വേണുവേട്ടൻ, സിദ്ദിഖ്, ലാല്, ഫാസിൽ സാറ് ഒക്കെ മിമിക്രിയാണ്. അത് ഓഡിയൻസിന് എന്താ വേണ്ടതെന്ന് അറിയണമെങ്കിൽ ശരിക്കും നമ്മൾ സിനിമ മുടങ്ങാതെ കാണുക. അപ്പം നമുക്ക് തന്നെ ചിലപ്പോൾ ചില കോമഡി കാണുമ്പോൾ നമുക്ക് ശരിയായില്ലല്ലോ എന്ന് വർക്കാണത്. അത് അവിടെ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നത് നമുക്ക് തന്നെ ഇരിക്കും ആദ്യം. ഇതിങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ എടുത്താൽ, നമ്മൾ ജനങ്ങളെ കാണിച്ചാൽ അത് കേൾക്കില്ലെന്ന് നമുക്ക് സ്റ്റഡി ചെയ്യണം അവിടെ വെച്ചിട്ട്. അതിന് മുടങ്ങാതെ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കണം. പിന്നെ നമുക്ക് ഇദ്ദേഹം നമ്മുടെ അഷ്റഫ് ഇലാക്കൽ അദ്ദേഹം ആണെങ്കിൽ നമ്മൾ സബ്ജക്റ്റ് പറയുമ്പോൾ അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു ഫുൾ ഹ്യൂമർ സബ്ജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അതിൽ നമ്മളോടൊക്കെയുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞങ്ങൾക്ക് ഈ നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ കോൺഫിഡൻസ്, ഇപ്പോൾ വിഷ്ണുവിൻ്റെയും ഇപ്പോൾ അഭിനയിക്കുന്ന അശോക് ചേട്ടൻ്റെ ആണെങ്കിലും നമ്മുടെ ടീമിലാണെങ്കിലും നമ്മളോടൊക്കെ ഉള്ള, അതായത് നമ്മളൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ ആയിരിക്കും എന്നുള്ള അങ്ങനെ ഒരു കോൺഫിഡൻസ് ശബ്ദത്തിനുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഞാനത് വിചാരിച്ച് നമുക്ക് മാത്രമേ ചിരി വരുള്ളൂ, പിന്നെ ഇദ്ദേഹത്തിന് ചിരി വരില്ലേ, കാരണം കാശ് മുടക്കണം ഇതാണല്ലോ. അപ്പോൾ പക്ഷേ ഇന്നലെ ഞങ്ങൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് സമാധാനമായി. കാശ് പോയെന്നുള്ള ചിരിയല്ല, കാശ് കിട്ടുമല്ലോ എന്നുള്ള, കാശ് കിട്ടുമെന്നുള്ളൊരു ചിരി ഉണ്ടായി. അപ്പോൾ അത് നമ്മൾ ആ മുഖത്ത് കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം കഥ കേട്ടപ്പോൾ നല്ല പൊട്ടിച്ചിരിച്ച്, പിന്നെ ഷൂട്ടിന് ഇങ്ങനെ മഴയൊക്കെ പെയ്ത് അപ്പൊ ചിരിയുടെ അളവ് കുറഞ്ഞു ബഡ്ജറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫൈൻ കണ്ടപ്പോ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഈ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ലൈക് നാശക്ക കഥ പറയുന്നു, കഥയിലേക്ക് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ നാശകാനായിട്ട് ഒരുപാട് വർഷമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. പക്ഷേ പുള്ളിയുടെ അടുത്തേക്കൊന്നും എത്താനുള്ള ഒരു ഇതായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പുള്ളിയോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പുള്ളി എങ്ങനെ എടുക്കുമെന്നും അറിയില്ല. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യാം, ഇങ്ങനെയൊക്കെ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് കഥ കേട്ട് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പിള്ളേരുടെ അടുത്തേക്ക് എൻ്റെ കഥ ആകാശം ടീമൊക്കെ ഉണ്ടായിരുന്നു. അവരടുത്ത് കഥ കേൾക്കാൻ വേണ്ടി ഞാൻ ദുബൈയിൽ വെച്ചിട്ട് ഇവരൊരു ദേവപുത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നതാണ്, ദിലീപേട്ടനും ആഷിക്കും വേണ്ടിയിട്ട്. അപ്പോഴാണ് ഈ പ്രൊജക്റ്റിലേക്ക് വരുന്നത്. കഥ കേട്ടോക്ക് ഓക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ കഥ കേൾക്കുന്നത്. കഥ കേട്ട് നോക്കുമ്പോൾ ഗംഭീരം. ഇവരൊക്കെ പിന്നെ അത്രയും ഇത് ചെയ്തിട്ടാണല്ലോ എടുത്തു വെച്ചിട്ടുണ്ടാവുക. ഒരു ദിവസം തന്നെ എത്രയോ സ്ക്രിപ്റ്റും കാര്യങ്ങളും ഏതെല്ലാം സ്ഥലത്തു നിന്ന് പുള്ളിക്ക് കോള് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ പുള്ളിയെല്ലാം ഒന്നും അവിടെയില്ല, എല്ലാം പുള്ളി എടുത്ത് കേട്ട് നോക്കും. എവിടെയാണ് നല്ല എടുക്കുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എല്ലായിടത്തും അവരിങ്ങനെ ഫിൽറ്റർ ചെയ്ത് കൊടുന്ന് വെച്ചതാണ്. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ അധികം ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ കുറച്ച് നമ്മൾ ഉപായം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ടീമിലേക്ക് ആദ്യമായിട്ടാണ് എത്തിപ്പെടുന്നത്. ആക്ടിങ്ങിലും വന്നിട്ടുണ്ട്. ക്യാരക്ടറിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അത് ചൂസ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്? ഞാനങ്ങനെ ചൂസ് ചെയ്ത് ചെയ്യുന്നില്ല. അഭിനയ മോഹം കൊണ്ട് ഈ സിനിമയിലോട്ട് തന്നെ വന്നതാണ്. അല്ലാണ്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വന്നതല്ല. പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയത് അഭിനയ മോഹം കൊണ്ട് തന്നെ. അല്ലാണ്ട് ഈ പ്രൊഡ്യൂസ് ചെയ്ത് കാശ് ഈ ബിസിനസ്സായിട്ട് കണ്ടിട്ടില്ല. എനിക്ക് വേറെ ജോലിയും കാര്യങ്ങളൊക്കെയാണ്. ഇതിനുള്ള പാഷനാണ് ഈ പ്രൊഡ്യൂസ് ചെയ്ത് തന്നത്. അങ്ങനെ കുറേ കാശ് ഇതിനകത്ത് പോയിട്ടുണ്ട്, അത് വേറെ വിഷയം. അപ്പോൾ ഇത് കേട്ടോക്കുമ്പോൾ നല്ല കിട്ടി, അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. സിനിമ ഒരു ടീം വർക്കാണ്. ഇതിനകത്ത് ഇപ്പോൾ സുജിത് വാസുദേവാണ് ക്യാമറ ചെയ്തേക്കുന്നത്. അദ്ദേഹം അറിയപ്പെടുന്ന DOP നമുക്കറിയാമല്ലോ, ചെയ്തിരിക്കുന്നത് IC. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം എന്നാ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അല്ല ഇവൻ പറയട്ടെ, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് സിനിമാറ്റോഗ്രാഫേഴ്സ്. അത് പകുതി കോപ്പി അടിച്ചല്ലേ? ഇല്ല, ഞാൻ സുഖുവേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ചില ക്യാമറമാരുടെ SSLC ഉണ്ടാവും, ISC വരും. സുകുമാർ പുള്ളി പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ ഈ ഇപ്പോൾ സുജിത്ത് നമ്മളുടെ കൂടെ അമരക്കുടം തോണിയാണ് ആദ്യം വർക്ക് ചെയ്യുന്നത്, ഞങ്ങൾ ഒരുമിച്ച്.
അതിനുശേഷം പിന്നെ ഈ സിനിമയിലാണ് ഒരു ക്യാമറാമാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. എൻ്റെ ചെയ്തിരിക്കുന്ന പടങ്ങളിലെല്ലാം വേറെ വേറെ ക്യാമറാമാൻ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിനിമ ഒരുപോലെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ടെക്നീഷ്യൻസിനെല്ലാം ഇങ്ങനെ മാറി മാറി പിടിക്കുന്ന ഒരു പരിപാടി ഉണ്ടായി. ഇതിനകത്ത് സിംഗേഴ്സ് എന്ന് പറയുന്നത് ഇത് ശ്രേയാ ഘോഷാൽ മുതൽ ഹനാൻഷ വരെ ഉണ്ടല്ലോ. നമ്മളുടെ ഇവിടുന്ന് ശങ്കർ മഹാദേവൻ സാറ്, ശ്രേയ ഘോഷാൽ, ചിത്ര ചേച്ചി, പിന്നെ വിനീത് ശ്രീനിവാസൻ, റിമി, ജാസി ഗിഫ്റ്റ്, ഇവന്റെ മോള് എൻ്റെ മോള് പാടി ഗംഭീരാണ് ആ പാട്ട്. എല്ലാ പാട്ടും സൂപ്പറാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഇതിനു വേണ്ടി പറയുന്നതല്ല, ഗംഭീരമായിട്ട് എല്ലാവരും പാടിയിട്ടുണ്ട്. മോളെ എക്സ്പെഷ്യലി, കാരണം അവൾ ആദ്യം പറഞ്ഞൊന്നും പറയില്ല, നല്ല ഫീലായിരുന്നു. ഞാനിത് സെറ്റിൽ വെച്ചാൽ കേൾക്കുന്നത് ആദ്യം ഷൂട്ടിങ് സമയത്ത്. അപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് ഗംഭീര പാട്ടാണ്, അസലായിട്ട്. ട്രാക്ക് പാടി നോക്കി കേട്ടാ. ഈ മകളെ പഠിപ്പിക്കാനുള്ള ഒരു ഇന്റൻഷൻ എന്തായിരുന്നു? അതെങ്ങനെ ഉണ്ടായിരുന്നു? ഫീൽ എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെയല്ല, ഈ പാട്ട് പിള്ളേർക്ക് അറിയാം. എൻ്റെ മക്കളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വീട്ടിൽ നിന്നിട്ട് ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ടല്ല കമ്പോസ് ചെയ്യുന്നത്. അത്യാവശ്യം പെട്ടി വയ്ക്കാനും ഒക്കെ അറിയാമെങ്കിലും നമ്മൾ ഈ ചില ട്യൂൺസ് ചെയ്യുന്നത് ഫോണിൽ റെക്കോർഡ് ചെയ്യും. അതായത് നമുക്ക് തോന്നുന്ന സമയത്ത്. അപ്പോൾ ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് സോങ് വേണം. അപ്പോൾ അതിൻ്റെ മ്യൂസിക്കിന് വളരെ സിമ്പിളായിരിക്കണം. കുട്ടികളാണ് ഫ്രെയിമിൽ. അപ്പോൾ ഏറ്റവും ഈ പണ്ട് ഇന്നോ ഞാൻ എൻ്റെ മുറ്റത്ത് ആ പാട്ട് കമ്പോസ് ചെയ്തിരുന്ന സമയത്തുള്ള അതേ മാനസികാവസ്ഥയിൽ നിന്നിട്ട് ചിന്തിച്ച് കുട്ടികൾ ഫ്രെയിമിൽ വരുമ്പോൾ അത്രയും സിമ്പിളായിട്ട്. ഇപ്പോൾ ഞാനിതൊക്കെ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് വൈഫ് വെച്ച് ഇത് ആരാ പറഞ്ഞതെന്ന് വെച്ചു. നമ്മളൊരു മെയിലും ഫീമെയിലും ബട്ട് പോകണതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നാളെ അത് ഒരു ട്രാക്ക് പാടിക്കാൻ ഏതെങ്കിലും ഒരു കുട്ടിയെ കിട്ടണം നോക്കട്ടെ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഒരു പാട്ടുകാരി ഉണ്ട്, നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആര്? മോള് ഖദീജ. ഞാൻ പറഞ്ഞു ഏയ് ചുമ്മാ ഇത് നിങ്ങൾ കേട്ടത്. അപ്പോൾ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ, അവൾ എൻ്റെ മുമ്പിലൊന്നും പാടുന്നില്ല. അപ്പോൾ പാടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ചുകൊണ്ട് ട്രാക്ക് പാടിച്ചു നോക്കിയാണ്. ട്രാക്ക് പാടുമ്പോൾ പുള്ളിക്കാരി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര നാണമാണ്. എൻ്റെ അടുത്തോണ്ട് വാപ്പി റെക്കോർഡിസ്റ്റ് വാപ്പി മാത്രം മതി. ഞാൻ പറഞ്ഞ എന്നിട്ട് ഞാനിരിക്കുന്ന കൺസോളിൽ ഞാനിരിക്കുന്നുണ്ട്, ഇവള് നേരെ തിരിഞ്ഞു നിന്ന് എന്നെ ഫേസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മൈക്കൊക്കെ അങ്ങോട്ട് തിരിച്ച് വെച്ചിട്ടാണ് പാടിയത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നാണമാണ്. പക്ഷേ പാടി കഴിഞ്ഞപ്പോൾ കൊള്ളില്ലെങ്കിൽ മാറ്റം വരുന്നുണ്ട്, ഉറപ്പായിട്ട് മാറ്റം വരുന്നു. അതിന് നോ ഡൗട്ട്. അത് എല്ലാവരും കേട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇതിന് മാറ്റണ്ട കേട്ടാ, ഇത് നല്ല വോയിസ് ആണ്. ഇപ്പം ആദ്യം പറഞ്ഞ അശോക് ചേട്ടനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ പ്രൊഡ്യൂസർ ഭാഗത്തുനിന്ന് കിട്ടണം. കാരണം മോളെ പഠിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇത് വേറെ ആരെങ്കിലും പാടി കഴിഞ്ഞാൽ നന്നായിരുന്നേനെന്ന് പിന്നെ പറയുന്നില്ല. ഞാൻ ചോദിച്ചു ഇത് ഓക്കെ ആക്കട്ടെ എന്ന് വെച്ചാൽ ആ ബോസ് ഇത് ഓക്കെ ആണത് കറക്റ്റ്, ആ നല്ല ശബ്ദം വന്നത്. ട്രെയിലർ ലോഞ്ചിൽ ലൈവ് പാടി. ഈ വിഷ്ണുവിന്റെ കോമഡികളിൽ പലരും ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ പലരും ചർച്ച ചെയ്ത് കേട്ടിട്ടുണ്ട്. ശ്രീനിവാസൻ സാർ ഒരു സമയത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കോമഡികളുണ്ട്. ഈവൻ ലൈക്ക് അദ്ദേഹത്തിന്റെ തന്നെ ലൈക്ക് പൊക്കത്തിനെ കുറിച്ച് അല്ലെങ്കിൽ നിറത്തിനൊക്കെ കളിയാക്കിക്കൊണ്ട് വളരെ സ്വതസിദ്ധമായിട്ട് തമാശകൾ ജനറേറ്റ് ചെയ്യാറുണ്ട്. വിഷ്ണുവിന്റെ കോമഡികളിലും പലപ്പോഴും അത്തരം എലമെന്റുകൾ വരാറുണ്ട്, അല്ലെ അത്തരം ഒരു സ്പോണ്ടേനിറ്റി വരാറുണ്ട്. പലപ്പോഴും ശ്രീനിവാസൻ സാറുമായിട്ടുള്ള കമ്പാരിസൺസ് സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. അത് കണ്ടിട്ടുണ്ടോ? അതിനോടുള്ള ഒരു റെസ്പോൺസ് എന്താണ്? അയ്യോ, ശ്രീനേട്ടൻ്റെ പേരിൻ്റെ അരികത്ത് നമ്മുടെ പേര് പറഞ്ഞാൽ തന്നെ നമുക്ക് ധന്യമായി. ഞാൻ ശ്രീനേട്ടനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ സിനിമയിൽ ചെറിയൊരു പോർഷൻ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സീൻ എടുക്കുമ്പോൾ ശ്രീനേട്ടൻ ഉണ്ടായിരുന്നു. ഞാൻ അതിന് ശേഷം പിന്നീട് അങ്ങനെ കണ്ടിട്ടൊന്നും ഉണ്ടായില്ല, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കൽ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത് പറയാം, കഥ പറയുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നൊക്കെ പറയാമെന്ന് വിചാരിച്ച് ഞാൻ അടുത്ത് ചെന്നപ്പോൾ തന്നെ ഹലോ എവിടെയായിരുന്നു കുറേ അന്ന് കണ്ടവർ പിന്നെ നിന്നെ ഇപ്പോഴുള്ള ആൾ എന്നോട് ഇങ്ങോട്ട്. ഞാനോട് ദൈവം ഈ മനുഷ്യനെ എന്നെ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമില്ല, അതിൽ ചെറിയൊരു സീനിൽ അഭിനയിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായൊരു കാര്യമാണ്. ഇല്ലില്ല, ഈ അടുത്തൊരു രസകരമായൊരു ശ്രീനാഥൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പറയാണ്. ഞങ്ങൾ ഭീഷ്മർ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ധ്യാനമുണ്ട് ഞാനുമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട്, ഇപ്പോൾ ചന്ദ്ര ചോദിച്ച കോണ്ടെക്സ്റ്റുമായിട്ട് ബന്ധമുള്ളൊരു കാര്യം, പുള്ളി വന്നിട്ട് എൻ്റെ അടുത്ത് കൈ വന്നിട്ട് പറഞ്ഞു ഭയങ്കര ഇഷ്ടമാണ്, എല്ലാ പടവും കാണാറുണ്ട്. താങ്ക് യു. അച്ഛനെയും ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനെ പുള്ളിക്ക് അറിയോ? പുള്ളി അച്ഛൻ്റെയും എല്ലാ പടവും കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനെ ഏത് പടത്തിനും. അപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലാവുന്നത്.
ആരോ അയാളോട് പറഞ്ഞു ശ്രീനിവാസന്റെ മോനൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇയാള് വന്നപ്പോ ഞാനും നിൽക്കണ്ടപ്പോ എന്നെയാണ് എനിക്ക് ശ്രീനിവാസന്റെ മോനായിട്ട് ഫീൽ ചെയ്യണത്. വീണ്ടും ഞാൻ ധ്യാന്റെ അടുത്ത് പറഞ്ഞു, എടാ കേർക്ക് എന്നെ അറിയൂല നിന്നെ അറിയൂല, ആകെ ശ്രീനിവാസനെ മാത്രം പുള്ളിക്ക് അറിയൂ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത്രയും മഴയും കാര്യങ്ങളും ഷിഫ്റ്റിങ്ങും അത് വേണ്ട സാധനങ്ങൾ ഇതെല്ലാം അഴിച്ച് മദ്രാസിൻ്റെ നല്ല ഏറ്റവും ഉണ്ടെന്ന് മേളിൽ ബോംബെ നിന്നല്ലേ ബോംബെ സെറ്റപ്പ് ഒരു സെറ്റപ്പിൽ ഫുൾ ഒരു ഗ്രൗണ്ട് കംപ്ലീറ്റ് മേളിൽ ഇങ്ങനെ ചെറിയ ചെറിയ ബൾബിട്ട് സെറ്റപ്പ്. അവിടെ ഇടുമ്പോൾ ഡാൻസ് ചെയ്യേണ്ടത് അത് എത്രയോ ദിവസം സെറ്റ് ചെയ്ത് മഴ കാരണം എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എന്ത് സാധനം നമുക്ക് ഷൂട്ടിങ്ങിന് വേണോ അതെല്ലാം കൃത്യമായിട്ട് എത്തില്ല നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വേണ്ട. ഒരു മിനിറ്റ് വന്നേ, നിങ്ങൾ ഇതാണ് നമ്മുടെ കൺട്രോളർ എന്ന് പറയുന്നത്. ഇതെല്ലാം കൃത്യസമയത്ത് എത്തിച്ചേരുന്ന മെയിൻ അച്ചാണിയാണ്. അല്ല അവനെ എനിക്ക് തോന്നുന്നത് ഇവന് മനസ്സിലായിരുന്നോട്ടോ ഇതില് ഫ്രെയിമിൽ പിടിച്ച് നിർത്തുന്നു. കാരണം ഡ്രസ്സൊക്കെ മാറ്റി ഒരുപാട് ഞങ്ങൾ അത് വേണ്ട സാധനം കൃത്യസമയത്ത് കൊടുത്തിട്ട് ഇദ്ദേഹം വഴക്ക് പറയൊന്നുമില്ല. ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആദ്യം പറയും എന്തി അതെന്തിയേ, ആന എന്തിയേ, നാളെ ആന എന്നിട്ട് എന്തിയേ, ചെണ്ടക്കാരെന്തിയെന്ന് ചോദിക്കുന്നത് ഇയാളോടായിരിക്കും. കൃത്യസമയത്ത് എത്തിയെന്ന ഒരാളാണ് രാജേഷ്. ഇപ്പം ഒരുപാട് ലൈക്ക് ഹഡിൽസ് കഴിഞ്ഞ് പ്രേക്ഷകരിലേക്ക് എത്താണ്. പുതിയ കാലത്ത് പുതിയ സിനിമകളുടെ കൂടെ പഴയ ഫ്ലേവർ ഉള്ള പുതിയ പടമായിട്ട് സിനിമ എത്താണ്. നിങ്ങൾക്ക് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അസുചേട്ടൻ പറട്ടെ. ഞങ്ങള് ഈ സിനിമ ഒരിക്കലും ബോറടിക്കില്ല. ഇതിൽ ഈ സിനിമ തുടങ്ങി തീരുന്നത് വരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. ഇതിൽ വലിയ സംഭവം എങ്ങനെ വലിയൊരു കഥ പറയുന്നില്ല, പക്ഷേ ഇതിൽ കഥയുണ്ട്. വലിയൊരു ഫൈറ്റ് സാധനം അങ്ങനെ ഒന്നും ഒരു സംഭവങ്ങളില്ല. പക്ഷെ തമാശകളൊക്കെ ഗംഭീരം എന്ന് പറയും. പക്ഷേ ശരിക്കും എന്നുള്ള 100% ഉറപ്പാണ്. ഇത് ജനങ്ങളെ അത്രയും സമയം തിയേറ്ററിൽ പിടിച്ചിട്ട് ചിരിക്കാനായിട്ടുള്ളൊരു സിനിമയാണ്. അതിൻ്റെ അകത്തൊരു കഥയുണ്ട്, ഒരു പ്രണയത്തിൻ്റെ കഥ. പിന്നെ ഇതിൽ അഭിനയിച്ചവരും ടെക്നിക്കൽ സൈഡും എല്ലാവരും ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്തായാലും ഓഡിയൻസിന് മുമ്പ് സിനിമ കണ്ടാൽ ഞങ്ങൾക്ക് നല്ല തൃപ്തിയാണ്. ഗംഭീരം. നിങ്ങളത് കേട്ടറിഞ്ഞിട്ടും കണ്ടറിഞ്ഞിട്ടും പോയിട്ട് കണ്ടാലും മതി. അങ്ങനെ കാണണം നിർബന്ധമായിട്ട് കാശ് കൊടുത്തിട്ട് ആരും കാണില്ല. ഇപ്പോഴത്തെ പടം എന്ന് പറഞ്ഞപ്പോൾ വരുന്നതൊക്കെ എന്തെന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ പറയുന്നത് ഞങ്ങളുടെ പടം ഭയങ്കരമാണ് സംഭവമാണ്. റിസൾട്ട് അറിഞ്ഞ് നല്ലതാണെങ്കിൽ മാത്രമേ ജനങ്ങൾ കാണുള്ളൂ. അങ്ങനെ നല്ലതാണെങ്കിൽ മാത്രം പോയി കണ്ടാൽ മതി. അല്ലാണ്ട് വെറുതെ തിയേറ്ററിൽ വന്ന് കണ്ടാൽ നല്ലതാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. അന്നേരം അത്രയും വിശ്വാസം ഉണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് പറയാം. നമുക്കും ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എക്സൈറ്റഡ് ആണ് ജനുവരി 23 തിയേറ്ററിൽ കാണാനായിട്ട്. നമുക്ക് അന്ന് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം എഫേർട്ട്. താങ്ക് യു.